ചില യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നാം സുരക്ഷിതരായി വീട്ടിലെത്തിയെന്ന് കരുതുമ്പോഴും ആ യാത്രയിലെ ഇരുട്ട് ഒരു നിഴൽ പോലെ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. സ്വന്തം വണ്ടിയിൽ സ്വന്തം ലോകത്ത് നാം തനിച്ചാണെന്ന് വിശ്വസിച്ച് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ അറിവില്ലാതെ മറ്റൊരാൾ കൂടി യാത്ര ചെയ്യുന്നുണ്ടെങ്കിലോ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത വിധം ഒരു മരവിപ്പ് നിങ്ങളുടെ കഴുത്തിൽ പിടിമുറുക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊരു കെട്ടുകഥയല്ല. യാഥാർത്ഥ്യവും മനുഷ്യനെ മരവിപ്പിക്കുന്ന ഭയവും തമ്മിലുള്ള നേർത്ത അതിർവരമ്പ് മാഞ്ഞുപോയ ഒരു ഇരുണ്ട രാത്രിയുടെ യഥാർത്ഥ കഥയാണിത്. വെള്ളിയാഴ്ചകളിലെ വൈകുന്നേരങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ഗന്ധമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരാഴ്ചത്തെ അധ്വാനത്തിന് ശേഷമുള്ള ആശ്വാസത്തിൻ്റെ, പിന്നെ വരാനിരിക്കുന്ന 2 ദിവസത്തെ അവധിയുടെ ഗന്ധം. എറണാകുളം ഇൻഫോ പാർക്കിലെ ആ വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിനുള്ളിൽ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷണറിൻ്റെ നേരിയ മൂളൽ മാത്രം കേൾക്കുന്ന ആ മുറിയിൽ അവൻ തൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളിലെ ഉറക്കമില്ലായ്മയും ക്ഷീണവും ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു. സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ ആ കറുത്ത സ്ക്രീനിൽ തെളിഞ്ഞ തൻ്റെ പ്രതിബിംബത്തിലേക്ക് അവനൊന്ന് നോക്കി. അവൻ്റെ മനസ്സപ്പോൾ അവിടെയായിരുന്നില്ല. തൃശ്ശൂരിലെ സ്വന്തം വീടിൻ്റെ ഉമ്മറത്തെ തണുപ്പും നാട്ടിൻ പുറത്തെ കാറ്റും, അവിടെ അവനായി കാത്തിരിക്കുന്ന അവൻ്റെ അമ്മയും ആ കോൺക്രീറ്റ് കാടുകളിൽ അവന് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സമയം വൈകുന്നേരം 6:45 കഴിഞ്ഞിരിക്കുന്നു. അവൻ വേഗത്തിൽ തൻ്റെ ബാഗ് പുറത്തിട്ടു. കൂടെ ജോലി ചെയ്യുന്നവരോട് യാത്രാമൊഴിയും പറഞ്ഞ് ആ വലിയ കെട്ടിടത്തിന് പുറത്തേക്കിറങ്ങി. ആ നിമിഷം അവൻ അറിയില്ലായിരുന്നു താൻ നടന്നു കയറുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നത്തിലേക്കാണെന്ന്. ഇൻഫോ പാർക്കിൻ്റെ വിശാലമായ പാർക്കിംഗ് ഏരിയയിൽ കഴിഞ്ഞ 3 വർഷമായി അവൻ്റെ എല്ലാ യാത്രകളിലും കൂട്ടായ ആ കറുത്ത റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 അവനെ കാത്തുകിടപ്പുണ്ടായിരുന്നു. വണ്ടിയെടുത്ത് മെയിൻ ഗേറ്റിലൂടെ കൊച്ചിയുടെ, പ്രത്യേകിച്ച് കാക്കനാടിൻ്റെ ആ വലിയ തിരക്കുകളിലേക്ക് അവൻ ലയിച്ചു ചേർന്നു. റോഡിലെങ്ങും ചുവന്ന ടെയിൽ ലൈറ്റുകളുടെ ഒരു വലിയ കടൽ പോലെ തോന്നിപ്പിച്ചു. വാഹനങ്ങളുടെ നിലയ്ക്കാത്ത ഹോൺ ശബ്ദവും പൊടിയും വിയർപ്പിൻ്റെ ഗന്ധവും നിറഞ്ഞ എറണാകുളത്തിൻ്റെ തനതായ ഒരു സായാഹ്നം. പതിയെ തിരക്കുകൾ പിന്നിട്ട് എടപ്പള്ളി സിഗ്നൽ കഴിഞ്ഞപ്പോഴേക്കും സമയം 7:30 കഴിഞ്ഞിരുന്നു. ദേശീയപാതയിലേക്ക് കയറിയതോടെ അവനും അവൻ്റെ വണ്ടിക്കും കുറച്ചുകൂടി വേഗത കൈവന്നു. ഇരുട്ടിൻ്റെ നേർത്ത പുതപ്പ് നഗരത്തെ മൂടി തുടങ്ങിയിരുന്നു. ഹൈവേയിലെ കാറ്റ് മുഖത്തടിച്ചപ്പോൾ അവന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഹെൽമെറ്റിൻ്റെ വൈസർ കുറച്ചൊന്ന് ഉയർത്തിവെച്ച് ആ തണുത്ത കാറ്റ് അവൻ ആവോളം ശ്വസിച്ചു. ആലുവയും അങ്കമാലിയും കടന്ന് അവൻ്റെ ബൈക്ക് തൃശ്ശൂരിലേക്കുള്ള ആഗ്രഹവുമായി മുന്നോട്ട് കുതിച്ചു. എന്നാൽ കൊരട്ടിയെത്തുന്നതിന് കുറച്ചു മുമ്പ് ആ യാത്രയുടെ താളം തെറ്റി. ദൂരെ എവിടെയോ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. വിശാലമായ ആ 4 വരി പാത മുഴുവനായും വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം വലിയൊരു ഗ്രിഡ് ലോക്ക്. അവന് ചുറ്റും വണ്ടികൾ മാത്രം. മുന്നിൽ കിടക്കുന്ന കണ്ടെയ്നർ ലോറിയിൽ നിന്നുള്ള കറുത്ത പുക അവൻ്റെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. നാട്ടിലെത്താനുള്ള വ്യഗ്രത അവൻ്റെ ഉള്ളിൽ കൂടിക്കൊണ്ടിരുന്നു. വണ്ടികൾക്കിടയിൽപ്പെട്ട് സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. വീട്ടിൽ അമ്മ കാത്തിരിക്കുന്നുണ്ടാകും എന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തെടുത്ത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു നോക്കി. മുന്നോട്ടുള്ള വഴി മുഴുവൻ മാപ്പിൽ കടും ചുവപ്പ് നിറത്തിൽ കിടക്കുന്നു. മാപ്പ് സൂം ചെയ്തു നോക്കിയപ്പോൾ ഹൈവേയിൽ നിന്ന് ഇടത്തേക്ക് പോകുന്ന ഒരു ചെറിയ റോഡ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു ഷോർട്ട് കട്ടാണ്. വഴിയിൽ ബ്ലോക്കുള്ളതായി മാപ്പിൽ കാണിക്കുന്നുമില്ല. ഈ വിഷപ്പുകയൊക്കെ ശ്വസിച്ച് ഇവിടെ കിടക്കുന്നതിലും നല്ലത് ആ വഴി പോകുന്നതാണെന്ന് അവൻ സ്വയം വിശ്വസിപ്പിച്ചു. ഹൈവേയിലെ വലിയ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പകൽ വെളിച്ചത്തിൽ നിന്ന് ആ ചെറിയ ഇരുണ്ട റോഡിലേക്ക് അവൻ വണ്ടി തിരിച്ചു. ആ വളവ് തിരിഞ്ഞതും വലിയൊരു ഹാളിൽ നിന്ന് പെട്ടെന്ന് ചെറിയൊരു ഇരുട്ടുമുറിയിലേക്ക് കയറിയതുപോലെ അവനൊരു മാറ്റം അനുഭവപ്പെട്ടു. അത് വെറുമൊരു തോന്നലായിരുന്നില്ല. ഹൈവേയിലെ 100 കണക്കിന് വാഹനങ്ങളുടെ ബഹളം ഒറ്റയടിക്കില്ലാതെയായി. അവനിപ്പോൾ കേൾക്കാൻ കഴിയുന്നത് തൻ്റെ ബൈക്കിൻ്റെ എഞ്ചിൻ്റെ ശബ്ദം മാത്രമാണ്. കുറച്ചു ദൂരം പിന്നിട്ടതോടെ ചുറ്റുമുണ്ടായിരുന്ന വീടുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. സ്ട്രീറ്റ് ലൈറ്റുകൾ പോയിട്ട് ഒരു വീടിൻ്റെ ചെറിയ വെളിച്ചം പോലും അവിടെ എങ്ങുമില്ല. റോഡിന് ഇരുവശവും വലിയ റബ്ബർ മരങ്ങൾ അതിരിട്ടിരിക്കുന്ന ഭീമാകാരമായ ഒരു എസ്റ്റേറ്റിലേക്കാണ് അവൻ പ്രവേശിച്ചത്. ആകാശത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളെപ്പോലും കാണാൻ കഴിയാത്ത വിധം റബ്ബർ മരങ്ങളുടെ ഇലപ്പടർപ്പുകൾ ഒരു വലിയ കുട പോലെ റോഡിന് മുകളിൽ മുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നഗരത്തിലെ ചൂടിൽ നിന്നും മാറി വളരെ തണുത്ത ഒരു കാറ്റ് ആ റബ്ബർ തോട്ടത്തിലൂടെ വീശുന്നുണ്ടായിരുന്നു. എന്നാൽ ആ തണുപ്പിന് വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ജീവനില്ലാത്ത ഒരു തണുപ്പ്. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. മീറ്റർ കൺസോളിലിരിക്കുന്ന ഫോണിലെ മാപ്പിലെ നീലവര കൃത്യമായി മുന്നോട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വഴിയിലൊരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാനില്ല. എതിരെ ഒരു വണ്ടി പോലും വരുന്നില്ല.
പെട്ടെന്ന് കാറ്റിന്റെ ശക്തി കൂടി മരച്ചില്ലകൾ ഭയാനകമായ ശബ്ദത്തോടെ ആടി ഉലഞ്ഞു. ആ തണുപ്പവന്റെ ജാക്കറ്റിനുള്ളിലൂടെ നുഴഞ്ഞുകയറി ശരീരത്തെ വിറപ്പിക്കാൻ തുടങ്ങി. സത്യത്തിൽ അത് വെറുമൊരു തണുപ്പായിരുന്നില്ല, എന്തോ ഒരു അദൃശ്യ സാന്നിധ്യം അവനെ സ്പർശിക്കുന്നത് പോലെയുള്ള ഒരു വികാരമായിരുന്നു അത്. ഏകദേശം 20 മിനിറ്റോളം അവൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചു കാണും. പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ റോഡിന്റെ ഇടതുവശത്തുള്ള ചെറിയ കലുങ്കിലുടക്കിയത്. സിമന്റ് അടർന്നു മാറിയ പായൽ പിടിച്ച ഒരു പഴയ കലുങ്ക്, അതിനു തൊട്ടടുത്തായി ഒരു വലിയ വളവ്. അത് കണ്ടതും അവന്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഈ കലുങ്ക് അവൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അതെ, കുറച്ചു മിനിറ്റുകൾക്ക് മുമ്പ് താൻ പിന്നിട്ട അതേ സ്ഥലമാണിത്. അവന്റെ ഉള്ളിലൂടെ ഒരു കൊടും തണുപ്പ് കടന്നുപോയി. വണ്ടി ഒരിടത്തും പോലും തിരികെ എടുക്കാതെ എങ്ങനെയാണ് താൻ പോയ വഴിയിലൂടെ തന്നെ വീണ്ടും സഞ്ചരിക്കുന്നത്? അവൻ വലിയൊരു കെണിയിൽപ്പെട്ടിരിക്കുന്നു എന്ന സത്യം അവന് പൂർണ്ണമായി ബോധ്യമായി. ഈ റബ്ബർ തോട്ടം ഒരു വലിയ ചക്രവ്യൂഹം പോലെ അവനെ വട്ടം കറക്കുകയാണ്. മുന്നോട്ടു തന്നെ പോവുക, എങ്ങനെയെങ്കിലും ഈ ലൂപ്പിൽ നിന്ന് പുറത്തു കടക്കുക എന്ന തീരുമാനത്തിൽ അവൻ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. പെട്ടെന്നാണ് വായുവിൽ വല്ലാത്തൊരു ദുർഗന്ധം കലരുന്നത് അവൻ അറിഞ്ഞത്. ചീഞ്ഞഴുകിയ മാംസത്തിൻ്റേതുപോലുള്ള ശ്വാസം മുട്ടിക്കുന്ന ഒരു കടുത്ത മണം. ആ ദുർഗന്ധം നാസാരന്ധ്രങ്ങളിലേക്ക് തുളച്ചു കയറിയതിന് തൊട്ടു പിന്നാലെയാണ് ആ ഭീകരമായ സംഭവമുണ്ടായത്. 30 കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞു. ആരോ പുറകിൽ നിന്ന് അവന്റെ വണ്ടിയെ ശക്തമായി പിടിച്ചു വലിക്കുന്നത് പോലെ. അടുത്ത നിമിഷം ബൈക്കിന്റെ പുറകിലെ സസ്പെൻഷൻ പതിയെ താഴുന്നു. പിറകിലെ സീറ്റിൽ ആരോ വന്നിരിക്കുന്നത് പോലെ കൃത്യമായ ഒരു വലിയ ഭാരം. വണ്ടിയുടെ ബാലൻസ് പെട്ടെന്ന് പുറകിലേക്ക് മാറി. മുൻവശത്തെ ടയർ റോഡിൽ നിന്ന് ഉയരുന്നത് പോലെ അവന് തോന്നി. അവന് ബ്രേക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. ആരോ തൻ്റെ പുറകിൽ നിന്ന് അവനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് പോലെ. ഐസ് കട്ടകൾ നിറഞ്ഞ ഒരു വലിയ ചാക്ക് അവൻ്റെ മുതുകിൽ ചേർത്തു വച്ചതുപോലെ അസ്ഥി മരവിപ്പിക്കുന്ന ഒരു തണുപ്പ് അവനിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. പുറകിലിരിക്കുന്ന ആ രൂപത്തിൻ്റെ ശ്വാസോച്ഛ്വാസം അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. വളരെ പതുക്കെയുള്ള എന്നാൽ കനമുള്ള ശ്വാസം. തിരിഞ്ഞു നോക്കരുത് എന്ന് അവൻ്റെ ഉപബോധ മനസ്സ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നെങ്കിലും അവൻ കണ്ണുകൾ മാത്രം ചലിപ്പിച്ച് മിററുകളിലേക്ക് നോക്കി. ശൂന്യത മാത്രം. കണ്ണാടിയിൽ ആരുമില്ലെങ്കിലും പുറകിൽ ഒരാൾ ഇരിക്കുന്നതിൻ്റെ കൃത്യമായ ഭാരം അവൻ അനുഭവപ്പെടുന്നുണ്ട്. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അവന് മനസ്സിലായി. ഏതു നിമിഷവും ആ രൂപം തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുമെന്നോ വണ്ടിയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുമെന്നോ അവൻ ഭയന്നു. അമ്മയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു. സർവശക്തിയും എടുത്ത് അവൻ ആക്സിലറേറ്റർ പരമാവധി തിരിച്ചു. വീണ്ടും അതേ കലുങ്ക് മുന്നിൽ 4ാമത്തെ തവണ. ഈ ചക്രവ്യൂഹത്തിന് അവസാനമില്ലേ എന്ന് ഭയന്നു നിൽക്കുമ്പോഴാണ് ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ അവൻ അത് കണ്ടത്. കലുങ്ക് കഴിഞ്ഞ് കുറച്ചു മുന്നോട്ട് പോയപ്പോൾ ഇടതുവശത്തായി റബ്ബർ മരങ്ങൾക്കിടയിലൂടെ മഴവെള്ളം ഒലിച്ചുപോയി കുഴികൾ രൂപപ്പെട്ട ഒരു ചെറിയ മൺപാത. ഒട്ടും ചിന്തിക്കാതെ അവൻ ആ പോക്കറ്റ് റോഡിലേക്ക് വണ്ടി തിരിച്ചു. ആ ഇടുങ്ങിയ റോഡിലൂടെ വണ്ടി കയറ്റിയ ആ നിമിഷം പിറകിലെ ആ വലിയ ഭാരം പെട്ടെന്നില്ലാതെയായി. വണ്ടിയുടെ സസ്പെൻഷൻ പഴയതുപോലെ മുകളിലേക്ക് പൊങ്ങി. ആരോ ബൈക്കിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലുള്ള ഒരു വലിയ ആശ്വാസം അവന് തോന്നി. ഏകദേശം 5 മിനിറ്റ് ആ കാട്ടുപാതയിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൂരെ മഞ്ഞ വെളിച്ചം അവൻ കണ്ടു. സ്ട്രീറ്റ് ലൈറ്റുകളുള്ള ഒരു ടാർ ചെയ്ത മെയിൻ റോഡ്. വണ്ടി ആ റോഡിലേക്ക് കയറ്റിയതും അവൻ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി. വിറയ്ക്കുന്ന കൈകളോടെ ഹെൽമെറ്റ് ഊരിമാറ്റി ദീർഘമായി ശ്വസിച്ചു. ചുറ്റും നോക്കിയപ്പോൾ അതൊരു ചെറിയ കവലയാണെന്ന് അവന് മനസ്സിലായി. റോഡരികിലായി ഒരു ചെറിയ പെട്ടിക്കട കണ്ടു. അവിടെ ഒരു വയസ്സായ മനുഷ്യൻ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. മനുഷ്യരുടെ സാന്നിധ്യം ഇത്രത്തോളം സമാധാനം നൽകുന്ന കാര്യമാണെന്ന് അവൻ തൻ്റെ ജീവിതത്തിൽ അപ്പോഴാണ് മനസ്സിലാക്കിയത്. വണ്ടി നിർത്തി അവൻ ആ കടക്കാരനോടൊരു കുപ്പി വെള്ളം ചോദിച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ അയാൾക്ക് വിവരിച്ചു കൊടുത്തു. പൊളിഞ്ഞ കലുങ്കിൽ വട്ടം കറങ്ങിയതും ഒടുവിൽ പുറകിൽ ആ ഭാരം വന്നതുമെല്ലാം. അത് കേട്ടതും ആ വൃദ്ധൻ്റെ മുഖത്തെ ഭാവം പാടെ മാറി. കയ്യിലിരുന്ന ബീഡിയിലെ തീപ്പൊരി നിലത്തേക്ക് വീണു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ആ റബ്ബർ തോട്ടം അത്ര നല്ല സ്ഥലമല്ല എന്ന് അയാൾ അവനോട് പറഞ്ഞു. ഒരുപാട് കാലം മുമ്പ് ആ വളവിൽ വെച്ച് വലിയൊരു ആക്സിഡന്റ് നടന്നു. ഒരു ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബം മുഴുവൻ അവിടെ മരിച്ചുപോയി. അതിലൊരാളുടെ തലയറ്റ് ആ കലുങ്കിൻ്റെ അടിയിലായിരുന്നു കിടന്നത്. അതിനുശേഷം രാത്രി അതിലെ പോകുന്നവർക്കൊക്കെ വട്ടം കറങ്ങുന്നത് പോലെ തോന്നുകയും വണ്ടിയുടെ പുറകിൽ ആരോ കയറിയിരിക്കുന്നത് പോലെ തോന്നുകയും ചെയ്യാറുണ്ട്. ആ കാട്ടുപാത കണ്ടില്ലായിരുന്നെങ്കിൽ അവൻ ജീവനോടെ മടങ്ങി വരില്ലായിരുന്നു എന്നയാൾ പറഞ്ഞു നിർത്തി. ലോഡ്ജുകളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് അവൻ വന്ന വഴിയിലൂടെ തിരികെ പോകാതെ മെയിൻ റോഡിലൂടെ തന്നെ യാത്ര തുടരാൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ആ രാത്രി അവസാനിച്ചാൽ മതിയായിരുന്നു അവന്.
അത്യാവശ്യം വീതിയുള്ള ടാർ ചെയ്ത ആ പ്രധാന റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യരുടെ സാന്നിധ്യവും വെളിച്ചവും അവൻ്റെ പേടിയെ പതുക്കെ ഇല്ലാതാക്കി. വേഗത 50 കിലോമീറ്ററിൽ സ്ഥിരമായി നിൽക്കുന്നു. വീട്ടിലെത്തിയാൽ ആദ്യം അമ്മയോട് കാര്യങ്ങൾ പറയണം എന്നവൻ ചിന്തിച്ചു. എന്നാൽ ആശ്വാസത്തിൻ്റെ ആ നിമിഷങ്ങൾ വളരെ പെട്ടെന്നാണ് അവസാനിച്ചത്. യാത്ര വീണ്ടും ഒരു 10 മിനിറ്റ് പിന്നിട്ടി. കഴുത്തിൽ തോന്നിയിരുന്ന നേരിയ വേദന പതുക്കെ ഒരു വലിയ ഭാരമായി മാറാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിയുന്തോറും ആ ഭാരം കൂടി വന്നു. വെള്ളത്തിൽ കുതിർത്ത ഒരു ഭാരം വെച്ച വലിയൊരു ചാക്ക് ആരെങ്കിലും അവൻ്റെ തലയ്ക്ക് മുകളിലേക്ക് വെച്ചതുപോലെ. അതോടൊപ്പം റബ്ബർ തോട്ടത്തിൽ വെച്ച് അനുഭവിച്ച അതേ മരവിപ്പിക്കുന്ന തണുപ്പ് ഇത്തവണ അവൻ്റെ തലയ്ക്ക് മുകളിലായി അനുഭവപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ മുഴുവൻ ഭാരവും തൻ്റെ കഴുത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പോലെ അവൻ്റെ നട്ടെല്ല് ആ ഭാരത്തിൽ വളയാൻ തുടങ്ങി. കൈകൾക്ക് യാതൊരു ചലനശേഷിയും ഇല്ലാതായി. ബൈക്കിൻ്റെ ഹാൻഡിലിൽ അവൻ്റെ വിരലുകൾ ഇരുമ്പ് പോലെ ഉറച്ചുപോയിരിക്കുന്നു. തലയൊന്ന് തിരിക്കാൻ പോലും കഴിയാത്ത വിധം ആ അദൃശ്യ ശക്തി അവനെ വരിഞ്ഞു മുറുക്കി. തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ആ ഭാരം ജീവനുള്ള എന്തോ ഒന്നാണെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. അതിൻ്റെ തണുത്ത ശ്വാസം അവൻ്റെ നെറ്റിയിലൂടെ താഴേക്ക് വീശുന്നുണ്ടായിരുന്നു. മരണത്തിൻ്റെ മണമുള്ള ശ്വാസം. എതിർവശത്തു നിന്ന് പാട്ടുവെച്ച് ചിരിച്ചുല്ലസിച്ചു പോകുന്ന ഒരു കാർ കടന്നുപോയപ്പോൾ അവൻ സഹായത്തിനായി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. വേദന സഹിക്കാൻ കഴിയാതെ അവൻ്റെ ബോധം മറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ ഇടത്തെ മിററിലേക്ക് പോയത്. പിന്നിലായി ഒരു വലിയ ചരക്കു ലോറി വരുന്നുണ്ട്. ലോറിയുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള ശക്തമായ വെളിച്ചം അവൻ്റെ പിന്നിൽ പതിച്ചു. ആ പ്രകാശത്തിൽ മുന്നിലെ ഇരുണ്ട ടാർ റോഡിൽ അവൻ്റെയും ബൈക്കിൻ്റെയും നിഴൽ വലുതായി തെളിഞ്ഞു വന്നു. ആ നിഴലിലേക്ക് നോക്കിയ അവൻ്റെ ശരീരത്തിലെ അവസാന രക്തത്തുള്ളിയും മരവിച്ചുപോയി. റോഡിൽ വീണ ആ നിഴൽ വെറുമൊരു ബൈക്കിൻ്റെയും യാത്രക്കാരൻ്റെയും ആയിരുന്നില്ല. അവൻ്റെ കഴുത്തിന് മുകളിലായി മനുഷ്യൻ്റേതല്ലാത്ത വികൃതമായൊരു രൂപം അവൻ്റെ തോളിൽ കാലുകൾ വെച്ചിരിക്കുന്നു. ആ രൂപത്തിൻ്റെ കൈകളിലെ നീണ്ട വിരലുകളും കോർത്ത നഖങ്ങളും അവൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിലായി ഇറുകെ പിടിച്ചിരിക്കുന്നു. ആ നഖങ്ങൾ അവൻ്റെ തലയോട്ടിയിലേക്ക് ആഴ്ന്നിറക്കാൻ ശ്രമിക്കുന്നത് പോലെ നിഴലിൽ കാണാമായിരുന്നു. ആ രൂപത്തിൻ്റെ തല അവനോട് ചേർന്നിരിക്കുകയാണ്. അവനെ വരിഞ്ഞു മുറുക്കിയ ആ ഭാരത്തിൻ്റെ യഥാർത്ഥ രൂപം ലോറിയുടെ വെളിച്ചത്തിൽ ഒരു കറുത്ത ചിത്രമായി അവൻ്റെ മുന്നിൽ തെളിഞ്ഞു. ഭയം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ അവൻ്റെ കൈകളിലെ അവസാന ശക്തിയും ചോർന്നുപോയി. 60 കിലോമീറ്റർ വേഗതയിൽ പോയിരുന്ന ബൈക്ക് വലിയൊരു ശബ്ദത്തോടെ റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞു. കൃത്യം 2 ദിവസം കഴിഞ്ഞ് തൃശ്ശൂരിലെ ആശുപത്രിയിൽ ജനറൽ വാർഡിലെ ഒരു മൂലയിലുള്ള ബെഡിൽ ആ സുഹൃത്തിനെ കാണാൻ പോകുമ്പോഴാണ് ഞാൻ ഈ കഥകൾ മുഴുവൻ അറിയുന്നത്. വണ്ടി മറിഞ്ഞ് അവൻ്റെ വലതുകൈ ഒടിഞ്ഞിട്ടുണ്ട്. മുഖത്തും കൈകളിലും മുറിവുകളുണ്ട്. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തലയ്ക്ക് പരിക്കേറ്റില്ല. എന്നാൽ എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയത് അവൻ്റെ അന്നത്തെ രൂപമായിരുന്നു. വണ്ടി മറിഞ്ഞപ്പോൾ കഴുത്തിന് സാരമായി പരിക്കേറ്റതുകൊണ്ട് കഴുത്തനക്കാതിരിക്കാൻ ഡോക്ടർ അവന് കട്ടിയുള്ള സർവിക്കൽ കോളർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോളറിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ കഴിയാതെ കഴുത്ത് നേരെ പിടിച്ച് മാത്രം ഇരിക്കുന്ന അവനെ നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. കഴുത്തിൽ പിടിമുറുക്കിയ ആ അദൃശ്യ ശക്തിയുടെ മറ്റൊരു രൂപമായിരുന്നില്ലേ ആ സർവിക്കൽ കോളർ? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ആ നിഴൽ രൂപം അപ്പോഴും അവൻ്റെ കഴുത്തിൽ തന്നെ ഇരിപ്പുണ്ടോ എന്ന് ഞാൻ അറിയാതെ സംശയിച്ചു പോയി. ചില യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് നമ്മുടെ കൂടെ എക്കാലവും ഒരു നിഴലായി തുടരും, ജീവിതാവസാനം വരെ. ഇരുളടഞ്ഞ വഴികളിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, വീടിൻ്റെ ഉമ്മറത്ത് നിങ്ങൾക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ഭയപ്പെടുത്തുന്ന യഥാർത്ഥ സംഭവങ്ങൾക്കായി നോവൽ പെട്ടി എന്ന എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക.